കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, കേരളത്തിൽ എങ്ങനെയാണ് BJPക്ക് ചുവടുറപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നത് ഇന്നും ഇന്നലെയുമല്ല. 2004 തന്നെ ഒരു നീക്കം നടത്തി, ഏറെക്കുറെ വിജയകരമായി പൂർത്തിയാക്കി. പക്ഷേ അത് ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി. IFDPയുടെ പ്രതിനിധിയായിട്ട് PC തോമസ് വരുന്നതോടുകൂടി NDAയിലേക്ക് ജയിച്ചു കയറുന്നതോടുകൂടിയാണ് കേരളത്തിൽ ആദ്യത്തെ ഒരു NDAയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അത് താൽക്കാലികമായിട്ടുള്ളൊരു വിജയം മാത്രമായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് BJP താഴേക്ക് പോകുന്ന നില വന്നു. അതിനുശേഷം 2018 ആകുമ്പോഴേക്കും ഒരു കൂടിയാലോചന വരുന്നു. അവരുടെ മാതൃക എന്താണെന്നറിയുമോ? നാഗാലാൻഡ് ആയിരുന്നു. നാഗാലാൻഡിൽ 80%-ഓളമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിനിടയ്ക്ക് 12 MLA-മാരെ സൃഷ്ടിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് കേവലം 20% മാത്രമുള്ള ക്രിസ്ത്യാനികൾ മാത്രമുള്ള കേരളത്തിൽ നിങ്ങൾക്ക് ഒരു MP-യോ MLA-യോ സൃഷ്ടിക്കാൻ കഴിയാത്തത്? ഇതായിരുന്നു അന്ന് BJPയുടെ ചോദ്യം. അന്ന് മുതൽ തുടങ്ങിയതാണ് എഞ്ചിനീയറിംഗ്. CP ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അന്ന് തമിഴ്നാടിൻ്റെ BJPയുടെ ചുമതലയുണ്ടായിരുന്ന പ്രഭാരി അന്ന് കേരളത്തിലേക്ക് വരുന്നു. ഈ ക്രിസ്ത്യൻ സഭകളെ കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് K. സുരേന്ദ്രനും മുരളീധര പക്ഷവും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന തീവ്രമായ ശ്രമങ്ങൾ. അങ്ങനെ ക്രിസ്ത്യൻ ബെൽറ്റിലേക്ക് കടന്നു കയറാൻ BJP നടത്തിയ രാഷ്ട്രീയ നീക്കത്തിൻ്റെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ദുർഗിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം രീതിയിലാണ് മുസ്ലിം പക്ഷത്തിനെതിരായിട്ടൊരു വിഭാഗത്തെ നിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് BJP രാഷ്ട്രീയം കളിച്ചത്. വഖഫിൻ്റെ കാര്യം വന്നപ്പോൾ നമ്മൾ യഥാർത്ഥ മുന്നമാരെ തിരിച്ചറിയുകയായിരുന്നില്ല. യഥാർത്ഥത്തിൽ മുൻപത്തെ മനുഷ്യർക്ക് വഖഫിലെ നിയമം പാസ്സാക്കിയ എല്ലാ ഭൂമി എന്നുള്ളതായിരുന്നല്ലോ വാഗ്ദാനം.